മുകളിൽ നിന്ന് ഗ്രീൻ കളറിൽ കാണുന്നത് പാമോയിൽ കൃഷിയാണ്. മലേഷ്യക്കാരുടെ മെയിൻ വരുമാനങ്ങളിൽ ഒന്ന് പാമോയിൽ പ്രൊഡക്ഷൻ ആണ്. ഇവിടുത്തെ കറൻസി റിങ്കറ്റ് ആണ് ഉപയോഗിക്കുന്നത്. 1 റിങ്കറ്റ് എന്ന് പറയുന്നത് 20 റുപ്പീസ് ആണ്. ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും പറയാനില്ല, അത്ര നല്ലതാണ്. കേരളത്തിലെ പോലെ മഴ പെയ്തിട്ടും കുണ്ടും കുഴിയും ഒന്നും ഇല്ലാത്ത റോഡുകൾ ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അതായത് ഗൾഫിലെ പോലെ തന്നെയാണ് ഇവിടെ ഏകദേശം ഉള്ളത്. റോഡ് ഡൈവേർഷൻ എല്ലാം വെൽ പ്ലാനഡ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലോക്ക് പോലും ഉണ്ടാകാതെ വാഹനങ്ങൾക്ക് ശരിയായ രീതിയിൽ തിരിഞ്ഞു പോകാം. ഇന്ത്യയിലെ പോലെ തന്നെ റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് തന്നെയാണ് ഇവിടെയും. ഇവിടെ കൂടുതലും ക്ലച്ച് ഇല്ലാത്ത ഗിയർ ഉള്ള സ്കൂട്ടറുകളാണ് ഓടിക്കുന്നത്. ഇത് പ്രൈം മിനിസ്റ്ററുടെ ഹൗസാണ് മലേഷ്യയിലെ. ഈ പിങ്ക് മോസ്ക് പുത്രജയ എന്ന സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിങ്ക് മോസ്ക് എന്ന പേര് വരാൻ തന്നെ കാരണം ഇതിന്റെ പിങ്ക് കളർ തന്നെയാണ്. ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ റോസ് ടിൻഡഡ് ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ കൺസ്ട്രക്ഷൻ 1997 സ്റ്റാർട്ട് ചെയ്ത് 2 വർഷം കൊണ്ട് 1999 തന്നെ തുറന്നു കൊടുത്തു. പിങ്ക് മോസ്കിന്റെ സൈഡിൽ കൂടെ നമുക്കൊരു വഴിയുണ്ട്. അവിടെ വന്ന് ഈ നല്ലൊരു ലേക്ക് ഉണ്ട്. ഇവിടെ നല്ലൊരു അടിപൊളി ഏരിയ ആണ് ഇവിടെ. പിൻഡാസൻ സലോമ മലേഷ്യയിലെ ക്യാപിറ്റലായ കോലാലംപൂരിലുള്ള 69 മീറ്റർ നീളമുള്ള പെഡസ്ട്രിയൻ വേ ആണിത്. നൈറ്റിൽ നല്ല ലൈറ്റിംഗ് ഡെക്കറേഷൻ ചെയ്ത് നല്ല വൈബാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ട്യൂൺ ടവറിന് അടുത്താണ്. പെട്രോണാസ് ടവർ കോലാലംപൂരിലുള്ള ഒരുപോലെ ഇരിക്കുന്ന 2 ടവറാണിത്. പെട്രോണാസ് ട്വിൻ ടവർ എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്. ഇതിന്റെ ഹൈറ്റ് ഏകദേശം 452 മീറ്റർ ആണുള്ളത്. 1996 മുതൽ 2004 വരെ ഇതായിരുന്നു ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദി വേൾഡ്. പക്ഷെ ഇപ്പോഴും ട്വിൻ ടവറുകളിൽ ടോളസ്റ്റ് ആയിട്ടും ഇപ്പോഴുമുണ്ട്. ന്യൂയോർക്കിൽ ഉണ്ടായിരുന്ന വേൾഡ് ട്രേഡ് സെന്ററും ഇതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ബുക്കിറ്റ് ബിൻതാങ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്ട്രീറ്റ് ആണിത്. വെറൈറ്റി ഫുഡുകളും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണിത്. ഇവിടുത്തെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മധുരം, പുളി, എരിവ് ഒന്നും ഉണ്ടാവില്ല. കാണാൻ നല്ല ഭംഗിയായിരിക്കും. മംഗോളിയൻ ഫുഡ് എല്ലാം ഒരുവിധം സെയിം ആണ്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഒക്ടോബേഴ്സിന്റെ ലെഗ് ഫ്രൈ ചെയ്ത് കഴിക്കാനാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
മക്കളെ നമുക്ക് കിട്ടും. ഇതൊരു നല്ല പ്ലേസ് ആണ്. ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഓക്ടോപസിന്റെ ഫ്രൈഡാണ്. നമ്മൾ ഈ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യുന്നതിലൂടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നദാനിക്ക് മാംഗോ സൗഫുളിന്റെ പിക്ചർ കണ്ടിട്ട് അത് കഴിക്കണം എന്ന് തോന്നി. അപ്പോൾ അതാണ് നമ്മൾ ഇനിയിപ്പോൾ കഴിക്കാൻ പോകുന്നത്. മധുരം കുറഞ്ഞൊരു ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ആണ് ഇതിനുള്ളത്. ആറെന്നവിടെ എഴുതിയിരിക്കുന്നത് മലേഷ്യൻ റിങ്കറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ തക്കിയാക്കി എന്ന് പറഞ്ഞ സാധനം കഴിക്കാൻ പോകുന്ന സാധനം ആ താറാവ് പോലെ പോകുന്നത് നേതനാണ്. ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതിനിടയിൽ നല്ല മഴ പെയ്തു. റെയിൻകോട്ടൊക്കെ കയ്യിൽ കെട്ടിയതുകൊണ്ട് ഞങ്ങൾ ബാറ്റു കേവ്സ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ ഗുഹയ്ക്കുള്ളിലുള്ള മുരുകന്റെ ക്ഷേത്രമാണ്. ഇതിന്റെ മുകളിലെത്താൻ ഏകദേശം 272 പടികളുണ്ട്. 140 അടി അല്ലെങ്കിൽ 42.7 മീറ്റർ ഹൈറ്റ് ഉണ്ട് ഈ ഗോൾഡൻ മുരുകൻ സ്റ്റാച്ചുവിന്. അത്യാവശ്യം ദൂരത്തു നിന്ന് തന്നെ ഈ ഗോൾഡൻ മുരുകൻ നമുക്ക് കാണാൻ പറ്റും. ഈ ഗുഹ ലൈംസ്റ്റോണിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വൈറ്റ് കളറിലാണ് കാണുന്നത്. എങ്ങനെ ഈ ഗുഹയ്ക്ക് ഏതാണ്ട് 325 മീറ്റർ ഉയരമുണ്ടെന്നാണ് പറയുന്നത്.